നിങ്ങൾക്കും പറയാം. നമസ്കാരം, എൻ്റെ പേര് സുനിൽകുമാർ, എരുമപ്പെട്ടി സ്വദേശിയാണ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൻ്റെ BDJSൻ്റെ ഭാരത് ധർമ്മ ജനസേനയുടെ അധ്യക്ഷനാണ്. നമ്മുടെ ഈ കുന്നംകുളത്തിൻ്റെ വികസനമാണ് ഇനി ഈ ഭാരത് ധർമ്മ ജനസേനയുടെ BDJSൻ്റെ അടുത്ത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലുള്ള വികസന സംവിധാനങ്ങൾ, വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമാണ് BDJSന് ഈ പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിവിടെ രാത്രി കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം 7 മണി കഴിഞ്ഞാൽ നമുക്ക് ഒരു പല പെൺകുട്ടികളൊക്കെ ഇന്ന് കൂടുതൽ യാത്ര ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ വീട്ടിലമ്മമാരൊക്കെ കൂടുതൽ യാത്ര ചെയ്യുന്നു, ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന കാലഘട്ടമാണത്. അപ്പോൾ കുന്നംകുളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് 7 മണി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിജനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. അപ്പോൾ ആ നേരത്തൊന്നും ഇവിടെ ഒരു ചായ പോലും കുടിക്കാൻ കിട്ടാത്തൊരവസ്ഥ കുന്നംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നല്ലൊരു ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, യാത്രാ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊന്നും കുന്നംകുളത്തില്ല. ഒരു ഗസ്റ്റ് ഹൗസ് പോലും കുന്നംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത്രയും വലിയൊരു നഗരമാണ് കുന്നംകുളം. അപ്പോൾ അവിടെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ കുന്നംകുളം മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ജനമധ്യ സ്ഥാപനങ്ങളിലെല്ലാം നടുക്കിലാണ്. കുന്നംകുളം മാർക്കറ്റ് പട്ടാമ്പി റോഡിൻ്റെയും അപ്പുറത്ത് 1 വേ റോഡിൻ്റെയും ഒക്കെ മധ്യത്തിലാണ് കുന്നംകുളം ഈ മാംസ മാർക്കറ്റൊക്കെ. അപ്പോൾ ഇതിന്നൊക്കെ വരുന്ന മാലിന്യങ്ങൾ താഴെത്തട്ടിലേക്കാണ് വരുന്നത്, അഴുക്കും കാര്യങ്ങളൊക്കെ താഴെത്തട്ടിലേക്ക്. അപ്പോൾ ആ മാർക്കറ്റ് നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള മത്സ്യമാംസങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അതൊന്ന് വേർതിരിച്ച് ചെയ്യണമെന്നാണ്. അത് BDJSൻ്റെ ഒരു അജണ്ട കൂടിയിട്ടുള്ളതാണ്. BDJS അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ NDA സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുന്നംകുളത്തിന് റോഡ് വളരെ ഇപ്പോൾ ഈ വർഷക്കാലം ആവുന്ന വരെ നമ്മൾ കുന്നംകുളം തൃശ്ശൂർ റോഡൊക്കെ വളരെ സമയമെടുത്തു അതൊക്കെ ചെയ്യാനായിട്ട്. ഇന്നും കൃത്യമായിട്ട് പണി തീർന്നിട്ടില്ല. യാത്ര ബുദ്ധിമുട്ടൊക്കെ ഇവിടുന്ന് കുന്നംകുളത്ത് നിന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ വഴിമാറിപ്പോകേണ്ട ഒരു അവസ്ഥ പോലും ഈ കുന്നംകുളത്തുണ്ടായിട്ടുണ്ട്. കാരണം 16 കിലോമീറ്റർ വളഞ്ഞുകൊണ്ടാണ് തൃശ്ശൂർക്ക് ഇവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വഴിതിരിച്ചു പോയത്. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രിക്ക് അത് സാധിക്കും, പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും സാധിക്കും ചിലപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് ആംബുലൻസുകൾ, ഇവിടുത്തെ അപകട സംവിധാനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജിന് അമല ഹോസ്പിറ്റലിലൊക്കെ ആശ്രയിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ റൂട്ടിലൊക്കെ പെട്ടെന്ന് യാത്ര ചെയ്ത് അവിടെ എത്താനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കണം അവിടെ. പിന്നെ അതുപോലെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് അവിടെ വിജനമായി കിടക്കുകയാണ്. അതിൻ്റെ സൗകര്യം, അവിടെ ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ സംവിധാനങ്ങൾ വ്യവസായപരമായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ചായ കുടിക്കാൻ പോലും കുന്നംകുളത്തിന് സൗകര്യമില്ലാത്തൊരവസ്ഥ 7 മണി കഴിയുമ്പോൾ. ഇപ്പോൾ തൊട്ട് മുമ്പിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷനൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇന്നും കുന്നംകുളത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ വരുമ്പോൾ ഭയപ്പെടേണ്ട ഒരു അവസ്ഥ കൂടി കുന്നംകുളത്തുണ്ട്. അപ്പോൾ അതും പരിഹരിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഇപ്പോൾ തൃശ്ശൂർക്കൊക്കെ സ്റ്റാൻഡ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഇന്നും പഴയ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നതും. അവിടെ 4 ബസ് കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ ആ ഭാഗം ഫില്ലായി. പിന്നെ അത് മുന്നോട്ട് പോകാൻ അവിടെ തിക്കും തിരക്കും ബഹളും ചില സമയങ്ങളിലൊക്കെ യാത്ര ബ്ലോക്കാവുന്ന 1 വേ ആണെങ്കിൽ പോലും യാത്ര ഇതാവുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അതിനൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവരണം. അതൊക്കെ നമ്മുടെ അജണ്ടയിലുള്ളതാണ്. അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കുന്നംകുളം നഗരസഭ സംവിധാനത്തിൽ തന്നെ കൂടുതൽ പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇല്ല. ഇവിടുന്ന് സുഭിക്ഷ ഭക്ഷണം 20 രൂപയുടെ ഭക്ഷണം ഒഴികെ അത് കുടുംബശ്രീകൾക്കാണെങ്കിൽ പോലും വേറെ ആർക്കും തന്നെ ഇവിടെ തൊഴിലില്ലാത്തൊരു അവസ്ഥ കൂടിയുണ്ട്. റോഡുകളിലെ ശോചനീയാവസ്ഥയുണ്ട്. നഗരസഭ മൊത്തം തന്നെ ഒരു അഴുക്ക് പുരണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ എന്താ പറയുക, അതങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കുന്നംകുളം എന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ കുന്നംകുളത്തെ പ്രത്യേകിച്ചൊന്നും തന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അത്രയും ഒരു
ഗതാഗത കുരുക്കും എല്ലാം കൊണ്ടും വ്യവസായം കൊണ്ടും കച്ചവടക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ സ്ഥാപനത്തിലും കച്ചവടം ചെയ്യുന്നത്. അതുപോലെ ഓട്ടോ തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്ഥലത്ത് അവർക്ക് ഇടുന്ന സ്ഥലത്താണെങ്കിൽ 10-100 വണ്ടിയാണ് അവരിടുന്നത്. അത് അവർക്ക് മാർഗമില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് ആ വണ്ടി കൊടുന്നിടുന്ന ഒരു അവസ്ഥ. യാത്രക്കാർക്ക് ഒരു ഓട്ടോ വിളിക്കണമെങ്കിൽ റോഡ് മുറിഞ്ഞ് കിടന്ന് വേണം ഒരു വണ്ടി വിളിച്ചു പോകാനുള്ളത്. അപ്പോൾ കുന്നംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഒരു സംവിധാനമില്ല, ഗതാഗത സംവിധാനമില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ പ്രതികരിക്കുക അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും NDA സ്ഥാനാർത്ഥികൾക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാവും. NDA സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും. അതിനുശേഷം ഇത്തരം സംവിധാനങ്ങളൊക്കെ NDAയുടെ ഭാഗത്ത് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, ഗുരുവായൂർ കുറ്റിപ്പുറം റെയിൽവേ പാത അത് കാലങ്ങളായിട്ട് ഇവിടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ഭൂമി എടുത്തു കൊടുക്കാനോ അതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനൊന്നും കഴിയില്ല. എത്ര ആളുകൾക്ക് യാത്രാ സംവിധാനമുള്ളൊരു സംവിധാനം, ഇവിടുന്ന് ബോംബെയിലേക്ക് അല്ലെങ്കിൽ എവിടേക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാൻ ഈ ഒരു കണക്ഷൻ നല്ലൊരു കണക്ഷനായിരിക്കും. ഗുരുവായൂർ കുറ്റിപ്പുറം റെയിൽവേ പാത വന്നാൽ എത്ര ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടത് ഇത്തരം സംവിധാനങ്ങളാണ്, മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ NDA സർക്കാരോ അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നെങ്കിൽ മാത്രം തീർച്ചയായിട്ടും അത് ഉറപ്പായി നടപ്പിലാക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.